ഇരിങ്ങാലക്കുട സ്വദേശിയും അഭിഭാഷകയുമായ യുവതിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്നു പരാതി. 3 മാസം ഗർഭിണിയായ യുവതിയുടെ ശരീരത്തിലേക്ക് തിളച്ച എണ്ണയൊഴിച്ചു പൊള്ളിച്ചു. സംശയരോഗത്തിന്റെ പേരിൽ നിരന്തരം മർദ്ദിച്ചുവെന്നും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും യുവതി പരാതിയിൽ പറയുന്നു. ബംഗളൂരുവിൽ ബിസിനസ്സുകാരനായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി മനു പി മാത്യുവിനെതിരായാണ് പരാതി. ഇയാൾ സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ചൊല്ലി ഞങ്ങൾക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലോട്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിലോട്ട് തിളച്ച എണ്ണ കോരി ഒഴിച്ചു ഇദ്ദേഹം. 2023 സെപ്റ്റംബർ 9 ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ മനു പി മാത്യുവിന്റെയും ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവതിയുടെയും വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 2ാം ദിനം മുതൽ ഭർത്താവ് മർദ്ദനം തുടങ്ങി. മനു വിളിച്ചത് കേട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ആദ്യ മർദ്ദനം. പിന്നീട് ഇരുവരും ബംഗളൂരുവിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറി. അവിടെ വെച്ചും പീഡനം തുടരുകയായിരുന്നു. ശരീരത്തിലുടനീളം മർദ്ദിച്ച ശേഷം ചികിത്സ നൽകാതെ യുവതിയെ പൂട്ടിയിടുകയും ചെയ്തു. കാലുകൊണ്ട് എൻ്റെ കഴുത്തിൽ ഞെക്കി പിടിക്ക് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയുന്നത്, നീ മരിക്കുന്ന പോയിന്റ് എനിക്കറിയാം, ആ പോയിന്റിൽ ഞാൻ നിന്നെ വിടും. ഇതാണ് ആൾ പറയാറുള്ള ഡയലോഗ്. നിരവധി തവണ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം ഗർഭനിരോധന ഗുളികകൾ നിർബന്ധപൂർവ്വം കഴിപ്പിച്ചു. 2024 ആദ്യം ഗർഭിണിയായപ്പോൾ യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ബംഗളൂരുവിലെ സുഹൃത്തിന്റെ ആശുപത്രിയിലെത്തിച്ച് ഗർഭചിത്രം നടത്തി. 2024 ഫെബ്രുവരിയിൽ ഞാനിതുപോലെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി അറിഞ്ഞതിന് ശേഷം ഇതെൻ്റെ കുഞ്ഞല്ല, ഇത് ആരുടെ കുഞ്ഞാന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ച് ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ എന്നെ അബോർട്ട് ചെയ്യിപ്പിച്ചു അദ്ദേഹം നിർബന്ധിച്ച്. ആദ്യം പില്ല് തരികയും പിന്നീട് അത് വർക്കാവാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയി എന്നെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു. ആൺ സുഹൃത്തിന്റെ അടുത്ത് യുവതി സംസാരിച്ചതിനും സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രം പങ്കുവച്ചതിനുമെല്ലാമായിരുന്നു ക്രൂരമർദ്ദനം. കഴുത്തിൽ കാലുവെച്ച് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും യുവതി പറഞ്ഞു. ഞാനൊരു തവണ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സെൽഫി ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എന്നെ ശ്വാസം മുട്ടിച്ച് കാലുകൊണ്ട് എൻ്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഇയാൾ സ്ഥിരമായി മദ്യം കഴിക്കുമെന്നും ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും യുവതി പറയുന്നു. മനുവിന്റെ വീട്ടുകാർക്ക് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന വിവരം അറിയാമായിരുന്നിട്ടും ഇടപെട്ടില്ല എന്ന് യുവതിയുടെ കുടുംബം പറഞ്ഞു. 2025 ഓഗസ്റ്റിൽ മനു വിവാഹബന്ധം വേർപെടുത്താനുള്ള നോട്ടീസ് അയച്ചിരുന്നു. യുവതി അപ്പോൾ 9 മാസം ഗർഭിണിയാണ്. തൃശൂരിലെ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും മനുവിനെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് യുവതി പറഞ്ഞു. 2026 ജനുവരി 1 അതുവരെ അനുഭവിച്ച പീഡനങ്ങൾ വ്യക്തമാക്കി യുവതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചു. അതിനുശേഷം മനു യുവതിയുടെ സഹോദരനെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതി. ന്യൂസ് മലയാളം, കൊച്ചി.